ഹലോ ട്രേഡേഴ്സ്, ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രാഡേ ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്തെടുക്കാം, എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ് ചാർട്ടിങ്ങിൽ നിന്ന്. നമുക്ക് ജസ്റ്റ് ഇവിടെ കൊച്ചി ട്രേഡർ എന്ന് സെർച്ച് ചെയ്താൽ മതി. കൊച്ചി ട്രേഡർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന എല്ലാതരം ഫിൽറ്ററും ഇതിൽ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ ഇൻട്രാഡേ റിലേറ്റീവ് വോളിയം എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ ഇവിടെ കാണാൻ പറ്റും. ഇതിനെ സെലക്ട് ചെയ്യുക. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേറ്റീവ് വോളിയം ബേസിസിൽ ഒരു 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 മെത്തഡോളജിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് റിലേറ്റീവ് വോളിയം? ടോട്ടലി നമുക്ക് ബാക്കിലുള്ള ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ആവറേജ് ഒരു 1 lakh ഡെയിലി 1 lakh ഒരു വോളിയം ഉണ്ടാകുന്ന ഒരു സ്റ്റോക്കാണെന്ന് കരുതുക. സോ പെട്ടെന്നൊരു ദിവസം നമുക്ക് ഒരു 1 lakhന് പകരം 10 lakh വോളിയം മോർണിംഗ് തന്നെ ജനറേറ്റ് ചെയ്യണം. സോ അത്രയും ആളുകൾ എന്തുകൊണ്ട് ആ സ്റ്റോക്കിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാണ്, എന്തെങ്കിലും ഒരു കാറ്റലിസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ സ്റ്റോക്കിലേക്ക് അത്ര ആളുകൾ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. സോ ഈ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടിയാണ്. അതായത് ഓൾറെഡി കുറേ സ്റ്റോക്ക് ഇക്വിറ്റീസിൽ ട്രേഡ് ചെയ്യുന്ന കുറേ സ്റ്റോക്കുകൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വാരിയർ ട്രേഡിംഗ്, ഹമ്പിൾ ട്രേഡ്, എല്ലാവരും തന്നെ മിക്കപ്പോഴും ഇതിനെപ്പറ്റി തന്നെ കുറേ ടെക്സ്റ്റ് ബുക്കുകളും തന്നെയുണ്ട്. സോ ഇത് ബേസിസിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ, കുറച്ച് പ്രൊസീജിയേഴ്സ് ഫിൽറ്റർ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ഡിസിപ്ലിനിൽ ഇത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇത് പറഞ്ഞ പോലെ ആ ഫിൽറ്റർ എടുക്കുക. അതിനുശേഷം ഓൾറെഡി ഇവിടെ കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഫിൽറ്റർ ആയിട്ട് വരുന്ന സ്റ്റോക്കുകൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഒന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ VWAP യൂസ് ചെയ്യുന്നുണ്ട്. VWAPനെ കുറിച്ച് അറിയാം, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ആണ്. സോ എന്താണ് VWAP? ജസ്റ്റ് നമ്മൾ എന്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താലും, ഇപ്പോൾ പ്രൈസ് ആക്ഷനാണ് യൂസ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റർ ഒന്ന് യൂസ് ചെയ്ത് പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്നു, എന്താണ് പ്രൈസ് ആക്ഷൻ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മളൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം. മൂവിങ് ആവറേജോ RSIയോ MACD ഈ പറഞ്ഞ പോലെ VWAP ഏത് യൂസ് ചെയ്താലും എന്താണ് അതിൻ്റെ ബാക്ക് എൻഡിലുള്ള തിയറി, എന്താണ് അതിന് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം, എന്താണ് ഇൻഡിക്കേറ്റർ നമ്മളോട് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ എന്താണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ആ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ VWAP എന്ന് പറഞ്ഞാണ്, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. അതായത് ഒരു നിശ്ചിത വോളിയം ആളുകൾക്ക് ഏത് ആവറേജ് പ്രൈസിലാണോ ആ സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളത്, അത് ആ ഒരു ടൈം ബാക്ക് എൻഡിലേക്കുള്ള ഒരു ടൈം ഒരു ഇൻ്റർവെൽ എടുക്കും. ആ ഇൻ്റർവെലിൻ്റെ ബേസിസിലാണ് ഇത് എത്രത്തോളമാണ് ആ ഒരു ആളുകൾക്ക് ഏത് പ്രൈസിലാണ് ഈ സ്റ്റോക്ക് വിൽക്കാനോ വാങ്ങാനോ സാധിച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് ഇത് പ്ലോട്ട് ചെയ്യപ്പെടുന്നത്. ഒരു വോളിയം മൂവിങ് ആവറേജ് പോലെ തന്നെയാണ്, ഈ പ്രൈസിൻ്റെ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ പ്രൈസ് ഈ ആവറേജിലേക്ക് നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ആവറേജിലേക്ക് ഒരു മൂവ് ചെയ്യാണ്. പ്രൈസ് ആവറേജിൽ നിന്ന് വിട്ടുപോകും. അതിനുശേഷം അതിൻ്റെ മീൻ റിവേർഷൻ എന്ന ഒരു തിയറി പോലെ തന്നെ ഇത് തിരിച്ച് ആവറേജിലേക്ക് വരികയും ചെയ്യും. സോ ഇതൊരു സിക്സാഗ് മൂവ്മെൻറ്റ് നമ്മൾ ഈ VWAPലും കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ അടുത്തുനിന്നാണ് നമ്മൾ ട്രേഡ് എൻട്രി എടുക്കുന്നത്. സോ ഇതനുസരിച്ച് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫിൽറ്റർ ചെയ്ത് സ്റ്റോക്കുകളുണ്ട്. ഇത് നമുക്ക് ബൈങ്ങും സെല്ലിങ്ങും ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ വോളിയം ബേസിസിൽ ഒരു ഇതെടുക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നപ്പോൾ ധനലക്ഷ്മി ബാങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബാങ്ക് നമ്മളെടുത്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഒരു ന്യൂസ് ഇതിൻ്റെ ബേസിസിൽ വന്നിട്ടുണ്ടോ ഇന്നത്തേക്ക്. ഇതിപ്പോൾ ഓൾറെഡി ഫ്രൈഡേയിലെ ഒരു ഫിൽറ്ററാണ്. സോ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മേ ബി വന്നിരിക്കാൻ ചാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ അടുത്തുള്ള ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ന്യൂസ്, എന്തെങ്കിലും പ്രോജക്റ്റ് കിട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും കണ്ടീഷൻ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. സോ അതിൻ്റെ ബേസിസിലാണ് ഇത്രയും വോളിയം ഇതിൽ വരികയാണ്. പക്ഷേ ആളുകളെല്ലാം ഇതിന് ഒരു പിക്കായിട്ട് കൺസിഡർ ചെയ്ത് ഇതിലേക്ക് ട്രേഡിന് വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടുണ്ടാവും. സോ അതേ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്കിവിടെ ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ചാർട്ടിൽ എന്താണ് നടന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് ഡെയിലി ടൈം ഫ്രെയിമിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ട്. 30 നിന്ന് 36 വരെ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് ഡെയിലി ടൈം 5 minute ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം. സോ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം മൂവ്മെൻറ്റ് എന്താണ് സംഭവിച്ചെന്നുള്ളത്. മാർക്കറ്റ് 12-ാം തീയതി ചാർട്ടാണ്. ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഒരു നെഗറ്റീവ് ടെൻഡൻസിയാണ് ആദ്യം തന്നെ കാണിച്ചത്. ഓപ്പൺ ചെയ്ത് ക്ലോസിങ്ങിന് മുകളിലാണ്, ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിലാണ്.
അതിനുശേഷം വ്യൂ ആപ്പിൽ ഒരു അടുത്ത് തന്നെ മൂവ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം മൂവ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ റീടെസ്റ്റ് നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ അടുത്ത റീടെസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് മൂവ് ചെയ്ത് ഒരു റീടെസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്ത് ഈ ഒരു പോർഷനിലാണ്. അതിനുശേഷം പിന്നെ അത് ബ്രേക്ക് ചെയ്തു, അപ്പ് സൈഡ് മൂവ് ചെയ്യുന്നത് നടത്തി. അതിനുശേഷം പിന്നെ സൈഡ് വൈസ് മൂവ് ചെയ്തു, ഇവിടെ വ്യൂ ആപ്പിൻ്റെ അടുത്തിട്ടു. ഈ ഒരു പോയിന്റ് നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റൈസിങ് വ്യൂ ആപ്പാണ്, വോളിയം അഡപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ നമുക്ക് ഈ കറക്റ്റ് ഒരു പോയിന്റിൽ ഇത് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലുള്ളത് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. ഒരു റെഡ് ക്യാൻഡിലിനെ കവർ ചെയ്തിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. സോ നമുക്ക് അതും വ്യൂ ആപ്പിൻ്റെ അടുത്ത്. സോ ഒരു ബൈങ് പ്രഷർ അവിടെ ഉണ്ടായിരുന്നു. സോ ഈ റെഡിൻ്റെ ഹൈ ബ്രേക്ക് നമുക്ക് എൻട്രി എടുത്ത് ഇതിൻ്റെ ഈ വ്യൂ ആപ്പിൻ്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്കൊരു ട്രേഡ് എൻട്രി എടുക്കാം. സോ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 33ലും സ്റ്റോപ്പ് ലോസ് ഒരു 32.5ലും നമുക്കൊരു എൻട്രി കിട്ടും. 50 പൈസയുടെ ഒരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് കിട്ടിയ മൂവ്മെൻറ്റ് 36 വരെ മൂവ്മെൻറ്റ്, അപ് ലിമിറ്റ് ക്ലോസ് ചെയ്തെങ്കിൽ 36 വരെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നല്ലൊരു റിസ്ക് റിവാർഡിൽ നമുക്കൊരു ട്രേഡ് എൻട്രി അവിടെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അതും വ്യൂ ആപ്പിൽ തന്നെയാണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പെയ്ഡ് സംതിങ്. ഓക്കെ, അതിൻ്റെ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്താണ് അതിലും സംഭവിച്ചിരിക്കുന്നത് ചെക്ക് ചെയ്യാം. സെയിം ഡിറ്റോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് വ്യൂ ആപ്പിൻ്റെ അടുത്ത് കൺസോളിഡേറ്റ് ചെയ്തു, വോളിയം അക്യൂർ ചെയ്തു. ഇവിടുന്ന് ഈ വോളിയം കൂടുന്നത് റൈസ് അപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്ത് ഫസ്റ്റ് പുൾ ബാക്ക് വ്യൂ ആപ്പിൻ്റെ അടുത്തേക്ക്. അതിനുശേഷം സെക്കൻഡ് മൂവ്മെൻറ്റ് ഇവിടെ ഒരു എൻട്രി ആണ് ട്രൈ ചെയ്യാവുന്നതാണ്. വ്യൂ ആപ്പിൻ്റെ ഇടയിൽ റൈസിങ് വ്യൂ ആപ്പ്, ഇവിടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇതിന് ട്രൈൽ ചെയ്ത് കയറി പോകുന്നതാണ്. സോ അവിടെയും നമുക്ക് കിട്ടിയ പോയിന്റ് എന്ന് പറയുന്നത് 195ലും 90യും 5 പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു റേഞ്ച് വെക്കുകയാണെങ്കിൽ 208 ആ റേഞ്ച് വരെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു 13.1:3 അടുത്ത് നമുക്കൊരു മൂവ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് സെക്കൻഡ് നമ്മൾ ഓപ്പർച്യൂണിറ്റി. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക് ടെസ്റ്റ്, ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഫോർവേഡ് ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഫിൽറ്റർ ചെയ്ത് വന്ന സ്റ്റോക്കുകളാണ് നമ്മൾ നോക്കുന്നത്. സോ ബാക്ക് ടെസ്റ്റ് ഹിസ്റ്ററീസ് നമുക്ക് ഇവിടെ ഉണ്ടാവും. തൊട്ട് ബാക്കിലേക്ക് താഴത്തേക്ക് വന്ന് 9 മന്തിനുള്ള ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ എല്ലാ ദിവസത്തെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ചെക്ക് ചെയ്ത് നോക്കണം, ഓക്കെ ഇതിപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി ഇപ്പോൾ പറയുകയാണ്, ഇത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് ടെസ്റ്റിംഗ് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫോർവേഡ് ടെസ്റ്റിംഗ് ചെയ്യാം. അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഫോർവേഡ് ടെസ്റ്റിംഗ് ഡെയിലി നോക്കുക, മാർക്ക് ചെയ്യുക. പേപ്പർ ട്രേഡിംഗ് ആണെങ്കിൽ പേപ്പർ ട്രേഡിംഗ്, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുത്ത് നോക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കുക, ABB 31.8 അപ്പോൾ ആ ടൈം ഫ്രെയിം പോവുക, ഡെയിലി 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്താണ് അവിടെ സംഭവിച്ചത്, വ്യൂ ആപ്പിൻ്റെ അടുത്ത് നമുക്കൊരു എൻട്രി കിട്ടിയോ, ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബൈയിങ്ങിനും സെല്ലിങ്ങിനും പറ്റുന്നു. ഇപ്പോൾ നമ്മൾ കാണിച്ചിരുന്നത് ബൈയിങ്ങിൻ്റെ പോർഷനാണ്. നമുക്കൊന്ന് മാറ്റുകയാണെങ്കിൽ ഓട്ടോ മാറ്റുകയാണെങ്കിൽ നമുക്ക് സെല്ലിങ്ങിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫസ്റ്റത്തെ ഒരു 47% ആണ്. അതെന്തോ ഒരു ഗ്യാപ്പ് ഡൗൺ മേ ബി സ്പ്ലിറ്റിങ്ങിൻ്റെ വല്ല ആയിരിക്കും. സോ നമ്മളത് കട്ട് ചെയ്യുക. നെക്സ്റ്റ് പോർഷൻ നോക്കുക, സെക്കൻഡ് എന്താണെന്ന് സംഭവിച്ചെന്ന് നോക്കാം. അതിൽ 5 മിനിറ്റ് ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വോളിയം ഇല്ല, വോളിയം വളരെ കുറവാണ്. സോ അത് അവോയ്ഡ് ചെയ്തേക്കുക. അതിന് തൊട്ടടുത്തത്തെ നോക്കാം, അതിൽ 5 മിനിറ്റിലേക്ക് കൺവേർട്ട്. ഓക്കെ, ഇതിലൊരു നല്ലൊരു ട്രേഡ് ഉണ്ടായി. ഒരു ചെറിയൊരു നല്ല രീതിയിലൊരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വ്യൂ ആപ്പിലേക്ക് ഒന്ന് പുഷ് ചെയ്തു. നമുക്കറിയാം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, തിരിച്ച് വ്യൂ ആപ്പിലേക്ക് വന്നു, അവിടുന്ന് പിന്നെയും പുഷ് ചെയ്തു, ഇവിടെ ഒരു റിജക്ഷൻ കിട്ടി. ഈ ഒരു പോയിന്റിലും അതുകൊണ്ട് വ്യൂ ആപ്പ് കണ്ടിന്യൂസ്ലി ഡൗണും ട്രെൻഡുമാണ്. സോ ഇവിടെ ഒരു എൻട്രിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. സോ സെല്ലിങ്ങിനും ഇതേ സെയിം സംഭവം നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രോട്ടീൻസ് നോക്കാം. സെൽ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ നിഫ്റ്റി മേജർ ഇൻഡെക്സുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത്ര വലിയ ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം എന്താണ് നിഫ്റ്റി പോസിറ്റീവ് ആണെങ്കിൽ നമ്മളും പോസിറ്റീവ് സൈഡിലേക്ക് ബൈങ്ങിന് തന്നെ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. ഇവിടെ 12-ാം തീയതി ഇതൊരു സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. ഇതൊരു മൂവ്മെൻറ്റ് ഇവിടെ നമ്മൾ എടുത്തു, ഇവിടുന്ന് ഒരു റിജക്ഷനാണ് കിട്ടിയത്, ഇവിടുന്ന് എടുത്തു, ചെറിയൊരു പുഷ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഫുള്ള് കൺസോളിഡേഷനിലേക്ക് പോയി. ഇതിപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഒരു ടെൻഡൻസി ചെയ്ത ഒരു അക്യുമുലേഷനാണ്, വ്യൂ ആപ്പിൻ്റെ അടുത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത്. സോ അക്യുമുലേഷനിലാണെങ്കിൽ ഇത് നാളെ മുതൽ അപ്പ് ട്രെൻഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ
മെട്രോപോളിസ് ഹെൽത്ത് കെയർ. സെൽ സൈഡിലേക്ക് എന്താണ് വന്നതെന്ന് ചെക്ക് ചെയ്യാം. സെൽ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. 12-ാം തീയതി ഇവിടെ ഓപ്പൺ ചെയ്തു, തിരിച്ചൊരു പുൾ ബാക്ക് എടുത്തു, കണ്ടിന്യൂസ്ലി ഫാൾ ചെയ്യുന്ന ഒരു വ്യൂ ആപ്പാണ്. അവിടുന്ന് ഒരു എൻട്രി മൂവ്മെൻറ്റ് കിട്ടി. സോ പക്ഷേ സെൽ സൈഡിൽ നമുക്ക് കൂടുതലും വ്യൂ ആപ്പ് എവിടെയാണ് വോളിയം കൂടുന്നതെന്ന് ചെക്ക് നോക്കുന്നു. ഈ ഒരു പോർഷനിലാണ് കൂടുന്നത്. സോ സെൽ സൈഡിനേക്കാൾ കൂടുതൽ ബെറ്റർ ബൈയിങ് സൈഡിൽ നമ്മൾ ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ബൈയിങ് സൈഡിലേക്കാണ് നമ്മൾ കൂടുതലും ഒരു പുഷ് ചെയ്യാൻ നോക്കേണ്ടത്. എവിടെയാണ് നമുക്ക് കൂടുതൽ വോളിയം കിട്ടുന്നത്? മോർണിംഗിൽ സെൽ സൈഡിൽ കിട്ടിയാൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഇത് ഫിൽറ്ററായി വന്നേക്കൊണ്ട് നമുക്ക് ഏത് ടൈമിലാണ് ഇത് വന്നതെന്ന് നമുക്ക് കുറച്ച് കണ്ടെത്താൻ പാടായിരിക്കും. സോ ഇതിൻ്റെ തന്നെ നമുക്ക് ബാക്ക് ഹിസ്റ്ററിയും ചെക്ക് ചെയ്തിട്ട് ഇത് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ചെയ്തിരുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. സോ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ്. ഇതുപോലെ ഇതിൽ പോയി സെർച്ച് ചെയ്ത് ഓൾറെഡി ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, കൊച്ചി ട്രേഡർ എന്നും പറഞ്ഞ് ജസ്റ്റ് ചാർട്ടിങ്ങിൽ പോയി സെർച്ച് ചെയ്യുക. അതിൽ ഇൻട്രാഡേ റിലേറ്റീവ് വോളിയം എന്നും പറഞ്ഞൊരു പേരിലാണ് ഇത് കിടക്കുന്നത്. അതെടുക്കുക. ജസ്റ്റ് സ്റ്റോക്കുകൾ വരുന്നത് മോർണിംഗിൽ വരുന്നതിന് ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് വ്യൂ ആപ്പ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. അതിൻ്റെ അടുത്തുനിന്ന് ട്രേഡ് വ്യൂ ആപ്പിന് മുകളിലാണെങ്കിൽ അപ്പ് സൈഡും വ്യൂ ആപ്പിന് താഴെയാണെങ്കിൽ ഡൗൺ സൈഡും ട്രേഡ് എടുത്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ നമുക്കൊരു മെത്തേഡ്. ഒരു ഇക്വിറ്റി ട്രേഡിങ്ങിൽ അപ്പോൾ നമ്മളിപ്പോൾ ഏത് മീഡിയ എടുത്ത് വയ്ക്കാനും ഇക്വിറ്റി ട്രേഡിങ്ങിനെ പറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര കാര്യമായിട്ട് ആരും തന്നെ പറയുന്നത്. എല്ലാവരും ഓപ്ഷൻസിലേക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതിനും പല കാരണങ്ങളുണ്ട്. സോ നമ്മൾ കുറച്ച് മാർക്കറ്റ് സർവൈവ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്താൽ വളരെ നല്ലതാണ്. റിട്ടേൺ ഓപ്ഷൻസ് പോലെ ഓപ്ഷൻ ബൈങ് പോലെ 10 ടൈംസോ അല്ലെങ്കിൽ 20 ടൈംസോ ഒന്നും കിട്ടിയെന്നില്ല. പക്ഷേ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ ഓപ്ഷൻ ബൈങ്ങിനേക്കാൾ ഇക്വിറ്റിയിൽ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിനനുസരിച്ച് നമ്മുടെ പൊസിഷൻ സൈസും കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ റാൻഡമായിട്ട് ഒരു ഇമ്പൾസിനനുസരിച്ച് സെറ്റപ്പ് ക്രിയേറ്റ് ആവണേക്കാൾ മുന്നേ ട്രേഡ് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു പൊസിഷൻ എടുക്കണം. ഇപ്പോൾ ഒരു ട്രേഡ് പെർ റിസ്ക് എത്രയാണോ അതിൻ്റെ ഉള്ളിൽ പൊസിഷൻ സൈസും കാൽക്കുലേറ്റ് ചെയ്ത് ട്രേഡ് എൻട്രി എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലും റാൻഡംനെസ്സിലും വളരെ കൂടുതലാണ്. സോ നമ്മുടെ റിസ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റബിലിറ്റിക്ക് ചാൻസ് കൂട്ടി തരുന്നതാണ്. സോ മാർക്കറ്റ് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ട്രേഡ് എടുക്കുക. 1:2, 1:3, 1:4, 1:10 ഈസി ആയിട്ട് കയറാവുന്നതാണ്. സോ അതിനനുസരിച്ച് നമ്മൾ പൊസിഷൻ കുറഞ്ഞ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പൊസിഷൻ സൈസും കൂട്ടിയിടുക. സ്റ്റോപ്പ് ലോസ് കൂടുതലാണെങ്കിൽ പൊസിഷൻ സൈസും കുറച്ചിട്ട് കറക്റ്റ് പ്രോപ്പർ റിസ്കിൽ ട്രേഡ് എടുക്കുക. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത്. സോ താങ്ക് യു.